എങ്ങനെയുണ്ട് പ്രമേയത്തിൽ? എങ്ങനെയുണ്ട്? ഉഗ്ര സിനിമ. നമ്മളെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കാണ് മമ്മൂട്ടിയുടെ സൂപ്പർ പെർഫോമൻസ്. ഒന്നും തന്നെ പറയില്ല. ഉഗ്ര സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല. നല്ല ഡയറക്ഷൻ, നല്ല അഭിനയം. മമ്മൂട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് അടിപൊളി. അടിപൊളി, രക്ഷയില്ല. പ്രതീക്ഷിച്ചതിന് അപ്പുറമായി പോയി സിനിമ. ആദ്യമായിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ആ ഒരു ഏജ്, ആ ഒരു ക്യാരക്ടർ ലൈക്ക് ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചേക്കുന്നതൊക്കെ അടിപൊളി, രക്ഷയില്ല. സൂപ്പർ. മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞൊരു നാഷണൽ അവാർഡെങ്കിലും വീണ്ടും. നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ അടുത്തിറങ്ങിയ മമ്മൂക്ക ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു വേൾഡ് സിനിമയിൽ എടുത്തു പറയത്തക്ക 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അതിലൊന്ന് പ്രമേയമായിരിക്കും. അത് കൺഫേം ഉള്ള കാര്യം തന്നെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന് പറയുമെങ്കിൽ പോലും അതിഗംഭീരമായൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. എല്ലാതരം പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും. കാര്യം കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു നാളാണ് മമ്മൂട്ടി എന്ന നാൾ. എപ്പോഴും മമ്മൂട്ടിയുടെ ഒരു വില്ലൻ റോള് കാണാൻ പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു വ്യത്യസ്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത് തന്നെയാണ് ഞങ്ങൾ ഞെട്ടിച്ചിരിക്കുന്നത്. അത് എന്ത് തരം ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നും ഞങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുള്ളൂ. ഇതിലും അദ്ദേഹം ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകരായാലും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ അഭിമാനിക്കുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അനുഭവം എന്ന് പറയുന്നത്. അത് വളരെ നല്ലൊരു അനുഭവം തന്നെ ആരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലൈമാക്സ് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടോ? ഓക്കെയാണ്. നമുക്ക് പടം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം, അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ച് വ്യത്യസ്തമായ മമ്മൂട്ടിയെ കാണാൻ പറ്റും. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് എങ്ങനെയുണ്ട് സിനിമയിൽ? അത് ഡംബോ പറയേണ്ട കാര്യമാണ്. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. മമ്മൂക്കയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. കൊള്ളാം. പ്രതീക്ഷ നിലനിർത്തി. എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടപ്പോൾ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുറച്ച് പേർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല പടമായിരുന്നു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ത്രില്ലായിരുന്നു. ഇഷ്ടമാണ്. അടിപൊളി പടമാണ്. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പടം നൽകുന്നുണ്ട്. മമ്മൂക്കയുടെ ആക്ടിങ് എല്ലാം പക്കയാണ്. നല്ല മമ്മൂക്കയുടെ ഇത്രയും നാൾ കണ്ട പെർഫോമൻസിൽ ഒരു വെറൈറ്റി ടോപ്പ് പെർഫോമൻസ് ആണ്. നല്ല കിടിലം പെർഫോമൻസ് ആണ്. എങ്ങനെയാണ് തിയേറ്ററിൽ ഇത് സിനിമ കണ്ടപ്പോൾ ഉണ്ട ഏറ്റവും പ്ലസ് പോയിന്റ് എന്തായിട്ടാണ് തോന്നിയത്? നല്ല കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ് പടം. തിയേറ്ററിൽ തന്നെ നല്ല മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. എടുത്ത് പറയാനുള്ള മമ്മൂക്കയുടെ പെർഫോമൻസ് കിടിലാണ്. പിന്നെ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. അർജുന അശോകൻ കിടിലായിരുന്നു. അർജുന അശോകൻ എല്ലാം നല്ല കിടിലം പെർഫോമൻസ്. നൈസ് മൂവിയാണ്. നൈസ്. ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തിയേറ്ററിൽ പോയി കാണുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് നൈസായിരുന്നു. മമ്മൂട്ടിയുടെ പെർഫോമൻസിന് എടുത്ത് പറയാൻ നൈസ്. ആദ്യം മുതൽ അവസാനം വരെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണോ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന പ്രേക്ഷകർ? അത് തന്നെ. മേക്കിങ്ങും ഒരു വ്യത്യസ്തമായ ഒരു വെറൈറ്റി അനുഭവം. ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നത്. അതിൻ്റെ ഒരു നൈസ് മൂവിയാണ്. സിനിമ പ്രമേയം എങ്ങനെയുണ്ട്? നല്ല പടമാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. അർജുന അശോകും സൂപ്പറായിട്ട് അഭിനയിച്ചു. ടോട്ടലി മേക്കിംഗ് ബേസ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? എല്ലാം നല്ലതായിരുന്നു. നല്ല പടം. പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതെ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. എങ്ങനെയുണ്ട് സിനിമ? പടം നല്ല സിനിമയായിരുന്നു. കൊള്ളാം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഫാമിലി പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്നുള്ളതൊരു ഇതേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ പടം നന്നായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണോ തിയേറ്ററിൽ കണ്ടപ്പോൾ? തീർച്ചയായിട്ടും. നമ്മൾ ഈ പ്രായത്തിലുള്ളവരൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ലല്ലോ. പണ്ടുള്ളവരല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് എല്ലാവർക്കും ഒരു പുത്തനൊരു അനുഭവം തന്നെ ആയിരിക്കും പടം. മമ്മൂക്കയുടെ പെർഫോമൻസ് പറയുമ്പോൾ എന്താ? നന്നായിട്ടുണ്ട്. ഇതുവരെ കണ്ടൊരു മമ്മൂട്ടി അല്ല.